നമുക്കൊപ്പം ഒരു അതിഥിയുണ്ട്. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ധാരാളം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ചില മാനറിസങ്ങൾ അദ്ദേഹം പലപ്പോഴും നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. താങ്കൾ കലാകാരൻ എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ണിരാജ്, ആളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എങ്കിൽ പോലും പറയുകയാണ്, ശ്രീ ഉണ്ണിരാജാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം കലോത്സവ വേദി തീർച്ചയായിട്ടും ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ്, കലാകാരനൊക്കെ ഉപരിയായിട്ട്. എങ്ങനെയാണ് പൊതുവെ ഈ കലോത്സവത്തിൽ വേദികൾ വരുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജവും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഏറ്റവും സന്തോഷം, ഞാൻ കുറേ വർഷം 28 വർഷം കലോത്സവ വേദികളിൽ ഒരു പരിശീലകനാണ്. മൈമ സ്കിറ്റൊക്കെ സ്റ്റേറ്റിലെ 20 വർഷം തുടർച്ചയായി സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിൽ സമ്മാനം മേടിച്ചു കൊടുത്ത ഒരാളാണ്. അത് എൻ്റെ അഭിമാനത്തോടെയാണ് പറയുന്നത്. സിനിമ സീരിയൽ രംഗത്ത് വന്നിട്ട് ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ടും. അതുകൊണ്ട് അതിൽ തിരക്കായതുകൊണ്ട് മാത്രമാണ് ചെയ്യാൻ പറ്റാത്തത്. എൻ്റെ ലൈഫിൽ ഞാനൊരു കലോത്സവ വേദിയിലും പങ്കെടുക്കാൻ പറ്റിയില്ല. അന്നൊന്നും നമുക്കെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്കൊന്നും അതിൻ്റെ ഇടപെടാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാതെ മാറിയുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ നമുക്കൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് ഒരു യാത്ര ചെയ്താണ് ഈ യാത്ര. ഇതാണ് നിയോഗം. സത്യം. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു പുതിയ സിനിമയിലെ ലൊക്കേഷനാണ്. സുരാജ് ഞാറമൂട് നായകനായ റൺമാമ റൺ എന്ന് പറഞ്ഞ ഗംഭീരപടം മുഴുവനുള്ള വേഷം ചെയ്യുന്നുണ്ട്. അതിന്റെ ഇന്ന് ഷൂട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്. തൃശ്ശൂർ ഇവിടെ ആയിരുന്നു ലൊക്കേഷൻ? എറണാകുളത്താണ്. എറണാകുളത്ത് രാവിലെ വരിക. ഈ കലോത്സവം ഒന്ന് കുട്ടികളെ ഒന്ന് കാണണം, വേദികളൊക്കെ പോകണം. ഇന്ന് HSS നാടകമുണ്ട്, അവർക്കൊന്ന് കാണണം എന്ന് പറഞ്ഞത്. കാരണം ഇത് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ, നമുക്കൊരു ഇതിനോടുള്ള ഒരു എത്രയോ വർഷം കേരളത്തിലെ എല്ലാ ജില്ലകളും ഓടിച്ചാടി നടന്നിട്ടുണ്ട്. ഇപ്പൊ ഞാനേ കലോത്സവം പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇറങ്ങും ഉണ്ടാവും. ഞാൻ ബാഗെല്ലാം എടുത്തിട്ട്, ഡ്രസ്സെല്ലാം എടുത്തിട്ട്, മൈമിൻ ഡ്രസ്സെല്ലാം എടുത്ത്, സ്കിറ്റിന്റെ സാധനം എടുത്തിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ വന്ന് സമ്മാനം മേടിച്ചു കൊടുത്തു ആളാ. കാരണം ഇത് ആദ്യമായിട്ടല്ലോ, മുമ്പും സംസ്ഥാനത്തിലുടനീളം ശിഷ്യന്മാരുണ്ട്. ഓടി 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 ചാടി ഇങ്ങനെ യാത്ര ചെയ്തതാ. അപ്പൊ ഇത് അങ്ങനെ കാണുക, ഒന്നും വേറൊന്നും വേണ്ട. പിന്നെ ഇവിടെ കുട്ടികൾ ആരും പരാജയപ്പെടുന്നില്ല. ഇവിടെ വന്ന് പോയാൽ തന്നെ മതി അവർ ലൈഫിൽ അവര്. പക്ഷെ ഇപ്പം അങ്ങനെ ആയിരിക്കും, പക്ഷെ കുറെ കഴിയുമ്പോൾ നല്ല ഓർമ്മകളായിരിക്കും കലോത്സവം. ഒരിക്കലും മറക്കാൻ പറ്റില്ല. കല തരുന്ന സ്നേഹമാണ്, നന്മയാണ്, വേറൊന്നുമില്ല. ജാതിയോ മതമോ ഒരു കുന്തുമില്ല. മാത്രം ഇത്തവണയൊക്കെ അറിയാം, നമ്മളിപ്പോ കാസർഗോഡ് പലപ്പോഴും നമുക്ക് അറിയാത്ത പല കലകൾ ഇപ്പം കലോത്സവ വേദിയിലിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പറയുന്നത് ഇരുള നൃത്തം, പളിയ നൃത്തം, മംഗലം കളി, അങ്ങനെ പല കാര്യങ്ങളും. ഒരുപാട് കല, അതായത് സകല കലകളുടെയും സംഗമ ഭൂമിയാണ് ഇത്. എന്തെല്ലാം ഒരു വേദി ഒപ്പന കളിക്കും, തിരുവാതിര കളിക്കും, മാർഗം കളി കളിക്കും, കുച്ചിപ്പുടി കളിക്കും, അറവന മുട്ടു, ഒപ്പന, കോൽക്കളി എല്ലാം ചെയ്യും, പൂരക്കളി. അങ്ങനെയാണ് കല. വേറെ കാര്യം വെച്ചിട്ട് സിനിമാ നടന്നുള്ള രീതിയിലേക്കും ഒന്ന് പരിണമിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം കലോത്സവ വേദികൾ എത്തുമ്പോൾ നമ്മുടെ പിന്നെയുള്ള കഥാപാത്രങ്ങൾക്ക് കിട്ടുന്ന ഊർജ്ജം കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടാറുണ്ടോ സാധാരണ ഇതിൽ? അല്ലെങ്കിൽ ആ സിനിമാ ലോകത്തേക്ക് നമുക്ക്, അല്ലെങ്കിൽ കഥാപാത്രങ്ങളിലേക്ക് ഗുണപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കലോത്സവ വേദിയിൽ നിന്ന് കിട്ടാറുണ്ടോ? തീർച്ചയായും. ഒരു ഏറ്റവും വലിയൊരു എനിക്കൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കലോത്സവ വേദികൾ, എൻ്റെ ഒരു സംഭവം, നമ്മൾ വിസ്മയ അഭിനയ പ്രതിഭകൾ നമ്മളിന്ന് സമ്മാനിക്കുന്നുണ്ട് സംസ്ഥാന കലോത്സവത്തിന്. +2 കഴിഞ്ഞാൽ ഈ പ്രതിഭകൾ എവിടെ പോയി എന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ ചിന്തിച്ചിട്ട്. ഞാൻ പഠിപ്പിച്ചുള്ള സ്റ്റേറ്റിൽ ഒരുപാട് മികച്ച നടിയ. പിന്നെ ഇവര് ഒരു കോഴ്സ് കഴിഞ്ഞ് അവരെ ഇത് ഉപേക്ഷിക്കരുത്. കുട്ടികളെ നിങ്ങളെ കൂടെ കൊണ്ടു നടക്കൂ. ഇത് ഭയങ്കരമായ പോസിറ്റീവ് എനർജിയാണ് കല എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും മികച്ച നടി നമ്മൾ നാളെ പത്രത്തെ കാണാം, അല്ലെ ഇതിനെ കാണാം. ഇവര് പിന്നെ നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? ഇവരെ ഉണ്ടാവും വേറൊരു കോഴ്സും അവരുടെ ലൈഫ്. പിന്നെ അത് കുറേ വർഷം കഴിഞ്ഞ് അവർ എപ്പോഴെങ്കിലും ഞാൻ കാണുമ്പോൾ അവർ പിന്നെ ഞാൻ കുട്ടിയായി, പിന്നെ വീടായി, സംഭവമായി. ഞാൻ എന്റെ മോളെ നീ എന്താണ്, നിന്നെ എത്ര അങ്ങനെ സംഭവം എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല ഇത്. തുടർന്ന് പോകണം, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം. ആ ഒരു സത്യം. കല നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. കലയിലെ അടുത്ത് കലാപം ഉണ്ടാവില്ല, അതിന് സമയമില്ല. അതാണ് സത്യം. എന്തായാലും നല്ല അനുഭവങ്ങളാണ് കലോത്സവ വേദിയിൽ നിന്ന് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇന്നത്തെ ഇത് കഴിഞ്ഞാൽ ഉടനെ ഷൂട്ടിംഗ് തിരക്കിലേക്ക് തിരിച്ചങ്ങ് പോവുകയാണല്ലേ? തീർച്ചയായും. ഇത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കുട്ടികളെല്ലാം കാണണം, നാടകം കാണണം, കുറച്ച് നാടകം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ എന്റെ ലൊക്കേഷനിലേക്ക് പോകും. പിന്നെ എന്റെ പുതിയ സിനിമ പുഷ്പാങ്കത്തിന്റെ 1ാം സ്വയംവരം, ഞാൻ നായകനായ സിനിമയാണ്. ഇന്നലെ റിലീസാണ്, തിയേറ്ററിലൊക്കെ കളിക്കുന്നുണ്ട്. അത് ഗംഭീരമായിട്ട് നടക്കട്ടെ കാര്യങ്ങളൊക്കെ. സന്തോഷം, വേറെ സ്നേഹം, പ്രിയപ്പെട്ടവരെ. എന്തായാലും വലിയ സന്തോഷം, നന്ദി ഉണ്ണിരാജ നമ്മളൊപ്പം പങ്കെടുത്തതിന്. എന്തായാലും ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരനേക്കാൾ ഉപരിയായിട്ട് ഈ കലോത്സവ വേദികളിൽ കുട്ടികളെ പരിശീലിപ്പിക്കുന്നു. അതുകൊണ്ട് കലയുമായുള്ള ഒരു പൊക്കൽക്കൂടി ബന്ധം എന്നൊക്കെ പറയാം. അതെ, എല്ലാ തവണയും കലോത്സവത്തിന് എത്തുന്നു എന്നുള്ളതാണ്. കാസർഗോഡ് ജില്ല നമുക്കറിയാം, അങ്ങ് അറ്റത്തുള്ള ജില്ലയാണ്. അവിടെ നിന്ന് എവിടെ കലോത്സവം നടന്നാലും അവിടെ ഉണ്ണിരാജ് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അദ്ദേഹം കലയെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞതിൽ നിന്നും അത് വ്യക്തമാണ്. കാരണം നമ്മൾ ജീവിതത്തിന്റെ ഓരോ വഴികളിൽ നിന്നും മാറി മാറി സഞ്ചരിക്കും. ചില കുടുംബമാകുമ്പോൾ ആ വഴി പോകും, ജോലി കിട്ടുമ്പോൾ ആ വഴി പോകും. പക്ഷെ അങ്ങനെ ഒന്നും പോകരുത്. കലയെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് ജീവിത അവസാനം വരെ കൊണ്ടുപോകണമെന്നുള്ളൊരു മാതൃകയാണ് ഉണ്ണിരാജ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു ഈ സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സമയത്ത്
വളരെയധികം പരിശീലനം നൽകുന്നുണ്ട്. അപ്പം ഈ കലയെ കൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് ഉണ്ണിരാജും ഇപ്പോൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതെ അതെ, അത് മാത്രമല്ല അദ്ദേഹം ഇത്തരക്കിനിടയിലും നമ്മളിപ്പോൾ ഒരു മേഖലയിൽ നിന്ന് വിട്ട് നമുക്ക് ഇപ്പോൾ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഗ്ലാമർ ലോകമാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാലും തിരിച്ച് നമ്മളുടെ ഒരു സ്വന്തം വീട്ടിലേക്ക് എത്തിപ്പെടുന്ന പോലെ അനുഭവമാണ് ഈ കലോത്സവ വേദികളിലേക്ക് എത്തുന്നത്. നമുക്കറിയാം സിനിമാ മേഖലയിൽ എത്രയോ പേര് പറയുന്നത് ഇപ്പം അങ്ങനെ കുറച്ച് കുറവുണ്ട് ഈ കലോത്സവ വേദിയിൽ നിന്ന് സിനിമാ മേഖലയിലേക്ക് നേരത്തെ ഒരു പ്രധാന ചവിട്ടുപടിയായിരുന്നു ഈ കലോത്സവ വേദി. നവ്യ നായർ അതേപോലെ അമ്പിളിദേവി അവരൊക്കെ കണ്ടതാണ്, മഞ്ജു വാര്യർ. അപ്പം അവരൊക്കെ നേരിട്ട്, അതായത് അവർക്കൊക്കെ ഒരു അവസരം. പക്ഷെ ഇപ്പോൾ ഈ ഉണ്ണിരാജ് പറഞ്ഞത് ഒരു കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ കലോത്സവ വേദിയിൽ കലാതിലകങ്ങളൊന്നും ഇപ്പൊ ഇവിടെ ഒരുപാട് കുട്ടികൾ നൃത്തത്തിലാണെങ്കിലും അതേപോലെ അഭിനയത്തിലാണെങ്കിലും നാടകത്തിലെല്ലാം ഒരുപാട് കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരുപാട് കുട്ടികൾ ഓരോ കലോത്സവ വേദിയിലും ഉണ്ടാവാറുണ്ട്. പക്ഷെ അവരൊന്നും പിന്നീട് കാണുന്നില്ല എന്നുള്ളതാണ്. പല പ്രൊഫഷണലുകളുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ ഈ കലയെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഏതൊരു പ്രൊഫഷനിലേക്ക് മാറിയാലും തങ്ങളുടെ ഒരു പാഷൻ അത് കൂടെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അത്തരം നിറയെ വിശേഷങ്ങളുടെ ഒരു ലോകമാണ് ഈ കലാലോകം എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും നമുക്ക് കിട്ടത്തില്ല. വർഷത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് ഈ നിറവ് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പൂർണ്ണമായും ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അപ്പോഴൊക്കെ നമുക്ക് ഇത്തരം വേദികളിലേക്ക് എത്തുക, മൊബൈൽ ഫോൺ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെക്കുക. ഈ വേദികളിൽ നിന്ന് നേരിട്ട് കല കാണുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജം നമുക്ക് വേറൊരു സ്ഥലത്ത് നിന്നും കിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കൂടിയിരുന്ന് കാണുക. അപ്പം തന്നെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കത് പറയാനും അറിയാനും സാധിക്കുന്നുള്ളതാണ്.